പരസ്യപ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കാൻ ഇരിക്കവേ LDFിൻ്റെ നിലപാടുകളും പ്രതീക്ഷകളും പങ്കുവെക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മീഡിയ വണ്ണൊപ്പം ചേരുന്നു. പക്ഷേ സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ വരെ നമ്മൾ കാണുന്നത് മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ മുദ്രാവാക്യം എന്ന് പറയുന്നത്. പക്ഷേ ഒടുവിൽ വരുന്ന സർവേകളൊക്കെ BJPക്ക് അത്ര ഗുണകരമാണ് എന്ന് കരുതുന്നില്ല. അതുകൊണ്ടാവാം ഒടുവിൽ അവർ ബീഫിലേക്കും വീണ്ടും രാമക്ഷേത്ര വിഷയത്തിലേക്കുമൊക്കെ കടക്കുന്നു. എങ്ങനെയാണ് ഈ BJPയുടെ ദേശീയ തലത്തിലുള്ള ഈ മാറ്റത്തെ മാഷ് കാണുന്നത്? ദേശീയ തലത്തിൽ BJPക്ക് ജയസാധ്യതയില്ല എന്ന് അവർക്ക് ആദ്യം മനസ്സിലായിരുന്നു. BJP കാണിച്ച ഈ എല്ലാ വെപ്രാളത്തിൻ്റെയും അടിസ്ഥാനം യഥാർത്ഥത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു തുടർ ഭരണത്തിലേക്ക് പോകാനുള്ള അവർ ഈ പ്രചരിപ്പിക്കുന്ന 370, 430 എന്നെല്ലാം പറയുന്നതൊന്നും വസ്തുതാപരമായിട്ട് ലഭിക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഓരോ മേഖലയിലും ആളുകളെ കാലുമാറ്റാനും കൂടാനുകൂടി ഉറപ്പിക്കുക അതിനു വേണ്ടി ചിലവഴിക്കാനും MPമാരെ MLAമാരെ അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെയൊക്കെ ഒപ്പം ചേർക്കാനും ശ്രമിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നവർക്കറിയാം. അതിപ്പോൾ കുറേയും കൂടി തെളിഞ്ഞു വരികയാണ്, വ്യക്തമായിട്ട് വരികയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ തോൽപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടുന്ന കോൺഗ്രസ്സിന് അതിൻ്റെ രാഷ്ട്രീയവും നയപരവും സംഘടനാപരവുമായ നേതൃത്വവുമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. അതാണിപ്പോൾ കാണുന്ന ഒരു ചിത്രം. പക്ഷേ പകരം ആരെന്നൊരു ചോദ്യമില്ലേ? സ്വാഭാവികമായും ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പകരം. BJP വിരുദ്ധ വോട്ട് കൃത്യമായിട്ട് ഏകോപിപ്പിക്കുക, എന്നിട്ട് ആരൊക്കെയാണോ വരുന്നത് അവരൊക്കെ ജയിക്കുക. ഈ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ഇവിടെ ആ മുന്നണിയുടെ ഭാഗമായ CPMനെതിരെ അല്ലെങ്കിൽ ആ LDFനെതിരെ മത്സരിക്കുന്നു. BJPയെ തോൽപ്പിക്കാനുള്ള മത്സരത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിച്ചിട്ട് എന്താ കാര്യം? നേരെ തിരിച്ചൊരു ചോദ്യം അവരും ചോദിക്കുന്നുണ്ട്. അതായത് CP രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ശരിയായോ എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുനിന്ന് വരികയല്ലേ, അപ്പോൾ പിന്നെ മത്സരിക്കാതിരിക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കേരളത്തിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് ചില നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർക്ക് ജയിക്കാൻ അതായിരിക്കും സാധ്യത എന്ന് കണ്ടിട്ടാണ്. അതിലൊന്നും കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടായ ആളല്ല ഇപ്പം രാഹുൽ ഗാന്ധി. അന്നേരം പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്ന വളരെ വ്യാജക പ്രചരണമൊക്കെ നടത്തി ഇന്ത്യയിലുടനീളം. അപ്പോൾ കിട്ടുന്നത് അത്രയാണ് സീറ്റ് നമുക്ക് മനസ്സിലായല്ലോ. കോൺഗ്രസിന് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഒറ്റക്കെടുത്ത ഒന്നുമല്ല കോൺഗ്രസ്. എല്ലാം കൂട്ടായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെ ശക്തിപ്പെടുക. അതിന് ഒപ്പം നിർത്താൻ കോൺഗ്രസിന് സംഘടനാപരമായിട്ട് സാധിക്കുന്നില്ല. ഇതാ നമ്മുടെ ദുര്യോഗം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം AK ആൻ്റണി നടത്തിയൊരു പ്രസ്താവന മഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഭരണഘടന സംരക്ഷിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചവരാണ്, അതിനൊപ്പം നിൽക്കാത്തവരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് AK ആൻ്റണി ഉന്നയിക്കുന്നത്. AK ആൻ്റണിക്ക് മറുപടി അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ നിലവിലുള്ള ഭരണഘടനയെങ്കിലും നിലനിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മതനിരപേക്ഷതയും ജനാധിപത്യവും അതുപോലെ തന്നെ ഫെഡറലിസവും പാർലമെൻ്ററി സിസ്റ്റവും ഒക്കെ പരിമിതിയുണ്ട്. ആ പരിമിതി ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഭരണഘടന നിലനിൽക്കണം എന്ന് പറയുമ്പോൾ ഈ നിലവിലുള്ള ഭരണഘടന മഹത്തായ ഒന്നായതുകൊണ്ട് അത് അതേപോലെ തുടരണമെന്ന് പറയുന്ന ഇപ്രകാരമൊന്നുമല്ല ഞങ്ങളുമല്ല. പക്ഷേ ഇന്നത്തെ പരിമിതിയിൽ അതെങ്കിലും നിലനിൽക്കണം, അതെങ്കിലും നിലനിൽക്കണം. ഇല്ലെങ്കിൽ ഫാസിസത്തിലേക്കാണ് യാത്ര. ഇന്ന് വളരെ അപ്രതീക്ഷിതമായൊരു സന്ദർശനം അമിത്ഷാ നടത്തുന്നു തിരുവനന്തപുരത്ത്. അപ്പം മോദി തുടർച്ചയായി തൃശ്ശൂരും മറ്റും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഗുണം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അല്ല, ഗുണം ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ താമസിച്ചാലും ജയിക്കില്ല. അമിത്ഷായും അതുപോലെ തന്നെ ഈ നരേന്ദ്രമോദിയും ഇനി മുതൽ 15-ാം തീയതി വരുന്നത്, 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ താമസിക്കുന്നു. ഇനി അമിത്ഷാ തിരുവനന്തപുരത്തും താമസിക്കുന്നു. ഇവർ രണ്ടാളും അവിടെ താമസിച്ച് വർക്ക് ചെയ്താലും ഈ കേരളത്തിൽ ഒരൊറ്റ സീറ്റും ജയിക്കില്ല BJP. പക്ഷേ അങ്ങനെ അതിനോടൊപ്പം ചോദിക്കുക, അതായത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പൊതുവേ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് അത് അവനിക്കേണ്ട പൊതുവെയുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് 5%, 10%, 15% വോട്ട് കിട്ടുന്ന ഒരു
പ്രധാനപ്പെട്ട അഖിലേന്ത്യാ കക്ഷിയാണല്ലോ മത്സരിക്കുന്നത്. അതിനെതിരെ നമ്മൾ അവഗണിക്കുന്നത്? പ്രധാന മത്സരം എന്ന് പറയുന്നത് LDFും UDFും തമ്മിലാണ്. അതിൻ്റെ ഒപ്പം BJP മത്സരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം എടുത്താൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരം പരസ്പരം മത്സരിക്കുക തന്നെയാണ്. UDFും LDFും തന്നെയാണ് മത്സരം. അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. അതിപ്പോൾ 2ാം സ്ഥാനത്ത് മാറും. ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോകും. തൃശ്ശൂരിലേക്ക് വന്നാലോ? തൃശ്ശൂർ അങ്ങനെയാണ്. ഇവിടെ ഗിമ്മിക്കുകളൊന്നും തൃശ്ശൂരിൽ വിലപ്പോവില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം പുറത്ത് കാണിക്കുന്നത് നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്നില്ലേ? വളരെ വസ്തുതാപരമായിട്ടുള്ള വല്ല കാര്യം ഇത്. പക്ഷേ LDFിൻ്റെ മേയർക്ക് അവിടെ ചില സംശയങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. LDFിൻ്റെ മേയർ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അദ്ദേഹം തന്നെ ഒരു കോൺഗ്രസിൻ്റെ വിമതമായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ LDFിൻ്റെ ഒപ്പം തന്നെയാണെന്ന് പറഞ്ഞു. അതിനെ ഒരു വാചകം വീണ് കിട്ടിയതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ് മുരളിയും അതുപോലെ തന്നെയുള്ള ആളുകൾ. അതിലൊന്നും വലിയ കാര്യമില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ മാഷ് പറയുന്നത് 20-20 എന്നാണ്. അതൊരു അമിത ആത്മവിശ്വാസമല്ലേ? അമിതാത്മവിശ്വാസം. പിന്നെ മത്സരിക്കുമ്പോൾ ആരെങ്കിലും 20 തോക്കുന്നു പറയുമോ? മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. പിന്നെ UDF ആരല്ലേ പറയുന്നത് 20 ജയിക്കും, ഞങ്ങൾ 20 തന്നെ ജയിക്കും. അല്ലെ 20 ജയിക്കൂല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രസ്താവന. 20 ജയിക്കൂല എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ചോദിക്കുന്നത് അത് തോക്കുന്നത് ഏതാണെന്നല്ലേ? അപ്പോൾ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റുമോ? അതത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 20 ജയിക്കില്ല എന്നൊരു ആത്മവിശ്വാസം അല്ല, അങ്ങനെ ഒരു ഇതുണ്ട്. 20 സീറ്റിൽ ജയിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഉണ്ടാവില്ല. ഇല്ല. അതേപോലെ തന്നെയാണ് LDF. അത്രയേ ഉള്ളൂ. അതിനെ കണ്ടാൽ അങ്ങനെ ഈ എക്സിറ്റ് പോൾ സർവേകളൊക്കെ കാണുന്നുണ്ടോ? വലിയ തിരിച്ചടി LDFിന് ഉണ്ടാവുമെന്നാണോ? ഇല്ല, വലിയ തിരിച്ചടി ഒന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളൂ. 5, 6, 7 ഇപ്പം പറയുന്നുണ്ടല്ലോ. പിന്നെ നേരെ തിരിച്ചടി. അതൊരു പോസിറ്റീവായിട്ടാണോ പക്ഷേ കാണുന്നത്? അതായത് 20 അതൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കുറേ ആളുകൾ പറയുന്നതും പിന്നെ ഈ മാധ്യമങ്ങൾ വിശദീകരിക്കുന്നതും അവരെന്നെ ഉണ്ടാക്കുന്ന എക്സിറ്റ് പോൾ എന്നെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ ധരിക്കേണ്ടിയില്ല. രാഷ്ട്രീയം തികച്ചും നമുക്ക് അനുകൂലമാണ്. പൗരത്വ ഭേദഗതി നിയമം പോലും പിൻവലിക്കുമെന്ന് പറയാനുള്ള ആത്മശക്തിയില്ലാതെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ്സിന് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ മാഷോട് അങ്ങോട്ട് ചോദിച്ചു. അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു നിയമം എങ്ങനെ അതിൻ്റെ ഭാഗമായുള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റും? അതെല്ലാം പറ്റും. അതില്ലേ കോടതിയിലേക്ക് പോയേ? കോടതി തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ. കോടതിയിലുണ്ടല്ലോ കേസ്. സുപ്രീം കോടതിയെ തീരുമാനിക്കട്ടെ. അത് തീരുമാനിച്ച് വരട്ടെ. അപ്പോൾ അന്നേരം ആലോചിക്കാം പറയാം എങ്ങനെയാണ് ചെയ്യാണ്ട്. പക്ഷേ അതിന് പോലും തയ്യാറില്ലാതെ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പോലും പറയാൻ തരുമില്ലല്ലോ. നിങ്ങൾക്ക് 3 സംസ്ഥാനം ഉണ്ടല്ലോ. ഇത് വലിയ വർത്തമാനം പറയുന്നതല്ലാണ്ട് എവിടെയുണ്ടെന്ന് ചോദിച്ചിട്ട് തമിഴ്നാട്ടിലുണ്ടോ കോൺഗ്രസ്? ഒഡീഷയിൽ കോൺഗ്രസ് ഉണ്ടോ? ബംഗാളിലുണ്ടോ കോൺഗ്രസ്? ആസാമിലുണ്ടോ? ഇനി മഹാരാഷ്ട്രയിലുണ്ടോ? ഗുജറാത്തിലുണ്ടോ? UPയിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? ഇപ്പോൾ ഹിമാചൽ പ്രദേശ് നാരായണയുള്ളൂർ അവിടെയുണ്ടോ? നിങ്ങൾ എവിടെ ഞങ്ങളില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായ അങ്ങെന്തോ അപ്പുറം ഇങ്ങനെ കിടക്കുകയാണ് എന്നുള്ള ധാരണയിലാണല്ലോ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട്. എവിടെ കോൺഗ്രസ് നിങ്ങൾ പറയുന്നത്? 50% BJPക്ക് വോട്ട് കിട്ടിയ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. അത് നിങ്ങൾ തമ്മിലുള്ള പരസ്പരം മത്സരിക്കുന്ന ഗുജറാത്തിലാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് ഇതെല്ലാം ആളെ പറ്റിക്കാൻ പറയുന്നല്ലാണ്ട് എം വാസനും PD സതീശനും ഒക്കെ ഇവിടെ കയറി ഇരുന്നിട്ട് വർത്തമാനം പറയുന്നല്ലാണ്ട് ഒന്നുമില്ല. 1ാം പിണറായി സർക്കാർ അത് വലിയ കയ്യേടി നേടിയ ഒരു ഭരണമായിരുന്നു. അത്രമേൽ ഒരു തിളക്കമാർന്ന ഭരണം 2ാം പിണറായി സർക്കാരിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സാഹചര്യം കൂടി വിലയിരുത്താനേ പറ്റുള്ളൂ. സാഹചര്യം കൂടി ചേർത്ത് വിലയിരുത്തിയിട്ട് വേണം ഓരോ ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ. അല്ലാണ്ട് ആ ഗവൺമെൻറ് ഇങ്ങനെയായിരുന്നു, 1ാം ഗവൺമെൻറ് നെഹ്റു ഗവൺമെൻറ് അങ്ങനെയായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? സാഹചര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ തുടർ ഭരണം പാർട്ടിയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാക്കിയിട്ടില്ലേ? പുഴുക്കുത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ പുഴുക്കുത്തല ഞങ്ങൾ മാറ്റിക്കോളും. അതിന് ബേജാറാവണ്ട. ഒരു ഘട്ടത്തിൽ ഇതൊക്കെ പുഴുക്കുത്തല്ല നമ്മൾ മാറ്റിക്കോളും. ഒരു ഘട്ടത്തിൽ ഇതൊക്കെ പൂർണ്ണമായും മാറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായി മാറ്റി എന്ന് പറയുന്നത് ശരിയല്ല. പൂർണ്ണമായി മാറുമെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം പ്രക്രിയയുടെ ഒപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. അത് അതിൻ്റെ ഭാഗമായിട്ട് തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള പാർട്ടി നിലപാടാണ് സ്വീകരിക്കുക. അത് 365 ദിവസം നടക്കേണ്ടതാണ്, ഓരോ കൊല്ലവും നടക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഞങ്ങൾ റെഡിയാണ്, ശരിയായി, എല്ലാം ശരിയായി. അങ്ങനെയില്ല. പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള നിരവധിയായ ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ടേക്ക് പോകും. ഈ ഭൂനികുതി വർദ്ധിപ്പിച്ചത് മുതൽ പെൻഷൻ മുടങ്ങിയതുവരെ വലിയ വിഷയമായിട്ട് സർക്കാർ 18 മാസം മുടങ്ങിയിരിക്കുന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ മറിയാനിയുടെ കൊണ്ട് നടക്കുന്നില്ലേ? അതിലൊന്നും വലിയ കാര്യം. സാധാരണക്കാരെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകും ഗവൺമെൻറ്.
ഇതൊക്കെ പൂർണ്ണമായിട്ട് ഇത് കേന്ദ്രം പൈസ തരാത്തതുകൊണ്ടാന്ന് പറഞ്ഞ അവനെന്താ പിന്നെ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാതെ? പെൻഷൻ കൊടുത്ത പൈസ ഇപ്പം തന്നോ ഇതുവരെ? കേന്ദ്രത്തിൻ്റെ വീതമുണ്ടല്ലോ പെൻഷൻ്റെ ഭാഗമായിട്ട്, ഞങ്ങൾ കൊടുത്തതിന് ഇതുവരെ തന്നിട്ടില്ലല്ലോ. വലിയ ദൂർത്താണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എവിടെയാണ് പറയുന്നത്? ദൂർത്ത് പറയുന്നത് ദൂരത്തിൻ്റെ പകല്ലാതെ ഇന്ന ദൂർത്ത് എന്ന് പറയണ്ട എന്തെങ്കിലും ഒന്നും പറയാനില്ല. കാലിത്തൊഴുത്തിന് വരെ വലിയ പൈസ കൊടുക്കുന്നു. അതിന് കൊടുക്കും. കാര്യത്തൊഴുത്തിനെ പറ്റി വലിയ വലിയ പ്രശ്നം. ഇവിടെ കോടാനും കോടി 64,000 കോടി കിട്ടുന്നതിന് പകരം കാര്യത്തൊഴുത്തുണ്ട്. അതുകൊണ്ട് ഇപ്പം മൂടി പറയുന്നില്ലേ ബീഫ് വെച്ച് കളഞ്ഞു, ബീഫല്ല മറ്റേ മട്ടൻ വെച്ച് കളഞ്ഞു. അതിൻ്റെ വേറൊരു പതിപ്പായത് ഇത് ഓർത്ത്. ഇവിടെ ഞങ്ങൾ ആവശ്യമുള്ളതല്ലാതെ ഒരു നയാ പൈസ ഉപയോഗിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത് വീണ്ടും അതൊക്കെ എത്ര കൊല്ലമായിട്ട് തുടങ്ങിയതല്ലേ? എന്താ ഇപ്പോൾ ഇവിടെ ഈ പുതുതായി വരാനുള്ളത്? അതിപ്പോൾ 26-ാം തീയതി വരെ വരും. അത് വന്നോട്ടെ. ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് ആയിക്കോട്ടെ, ആരെയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് ശശിധരൻ കർത്തക്കല്ല, ഏത് കമ്പനിക്ക് നോട്ടീസ് വന്നാൽ ഞങ്ങൾക്കെന്താ? ഞങ്ങളതിലൊരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു കളയാ, പിണറായി വിജയനെ അതിൻ്റെ അകത്ത് വലിച്ചടക്കാൻ നടത്തുന്ന രാഷ്ട്രീയ ശ്രമത്തെയാണ് പ്രതിരോധം. അല്ലാണ്ട് കമ്പനികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം കമ്പനീനെ കൈകാര്യം ചെയ്തോളും. അത് പറഞ്ഞിട്ട് നമ്മളെ എന്തെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കണ്ട. അതിലൊന്നും ഒരു ലെവലേശം ഭയമുള്ള പാർട്ടിയല്ല CPI. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് പിന്നെ നിങ്ങൾ ഇതിലും വലിച്ചു കെട്ടി മതിയാക്കൂലേ? അതിന് ഒരു പേര് മാസപ്പടി പേര് എന്നെല്ലാം കൊടുത്ത് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ ഇത്. ആ രാഷ്ട്രീയവൽക്കരണത്തിനും വിധേയപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട. അതിനൊക്കെ അതിന് സേവനം കൊടുത്തിട്ട് നിങ്ങളാരാ സേവനം മനസ്സിലാക്കേണ്ടത്? നിങ്ങളവർ തീരുമാനിക്കേണ്ടത് സേവനം കിട്ടിയോ ഇല്ലയൊന്നും. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു പണം. അത് നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ ആരോപണം ചെയ്ത് അത് ഇതേവരെ തെളിയിച്ചില്ലല്ലോ. എത്ര ഏജൻസികളായി ചർച്ച ചെയ്യുന്നു? ഒരുപാട് ഏജൻസികൾ വന്നല്ലോ. ആദ്യം 4 വന്നു, പിന്നെ 8 വന്നു, പിന്നെ SFIO വന്നു. എല്ലാം വന്നിട്ട് നടക്കില്ലേ? നടക്കട്ടെ, വന്നോട്ടെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഭയം? കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് പിണറായി വിജയൻ്റെ മകൾക്ക് ലഭിക്കുന്നില്ല. ഇല്ല, ഒരാൾക്കും കിട്ടില്ല. പിണറായി വിജയനും പ്രിവിലേജ് ഉണ്ട്, കോടിയേരി ബാലകൃഷ്ണനും പ്രിവിലേജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിരിക്കും പ്രിവിലേജ് ഇല്ല. കോടിയേരിയുടെ മക്കൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞോളൂ എന്നാണ്. പക്ഷേ വീണക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ന്യായീകരിക്കാൻ വെറുതെ പറയുന്നതാണ്. വീണക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൻ്റെ മർമ്മം പിണറായിക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് വന്ന ഘട്ടത്തിലാണ് പാർട്ടി പ്രതിരോധിച്ചത്. ഇനിയും പ്രതിരോധിക്കും. ഇനി അത് വന്നാൽ പ്രതിരോധിക്കും. ഒരു സംശയം വേണ്ട ഞങ്ങൾക്ക്. നിങ്ങൾക്കൊന്നും ചോദ്യമില്ല എന്ന് എനിക്കറിയാം നന്നായിട്ട്. ഒരു ചോദ്യമില്ല. ആയിരിക്കും വേണ്ടി ഇങ്ങനെ ചോദിക്കുക. ബാക്കിയുള്ള വേറെ ഒരു കാര്യമില്ല. ബാക്കിയുള്ള അന്വേഷണങ്ങളൊക്കെ ആ തരത്തിലാണ്. ഏത് അന്വേഷണത്തെ ഓരോന്നോരോന്നാണ്. ഞങ്ങൾ ഒരു അഴിമതിക്കോ ഒരു തെറ്റായ പ്രവണതക്കോ കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഇനി ഏതെങ്കിലും പ്രവണത അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രവണതയെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യില്ല. പോരെ? ഇനി പിന്നെ കരുവണ്ണൂർ മറ്റേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കരുവന്നൂർ വസ്തുതയല്ലേ? പണം നഷ്ടപ്പെട്ടിട്ടില്ലേ? പണം നഷ്ടമല്ല, തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. നഷ്ടപ്പെട്ട് ഇവരെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഇപ്പോൾ നഷ്ടപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ മാപ്പ് സാക്ഷിയാക്കുകയാണ്. ഏത് സ്വർണ്ണക്കള്ളക്കടത്തിൽ 1-ാം പ്രതിയെ മാപ്പ് സാക്ഷിയാക്കിയ പോലെ ED ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ 50 കോടിയില്ലേ അദ്ദേഹത്തോട് തന്നെ ഈ BJP വാങ്ങിയത്. എന്നിട്ടല്ലേ അയാളുടെ അവസാനത്തെ മൊഴി ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ, അവസാനത്തെ മൊഴി ഇതുപോലെ വാങ്ങിയിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അറസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല പറഞ്ഞില്ലേ ഞാൻ. അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? അതുമാത്രമല്ല, അത് പ്രതിപക്ഷത്തിലെ മുഴുവനെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ്. ഒറ്റക്ക് പിണറായിക്കെതിരായിട്ട് മാത്രമൊന്നുമല്ല, എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ആരോപിക്കുന്നത് കോൺഗ്രസിന് ശരിയായ രീതിയിലൊരു നിലപാടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസ് നിലപാടില്ല. ആശയവുമില്ല, നിലപാടുമില്ല, സംഘടനയുമില്ല. അതൊരു BJP CPM ധാരണ എന്നൊരു അതൊക്കെ ഞാനിന്ന് മറുപടി പറയുന്നില്ല. അതിന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കൊടകര കേസ് അത് സെറ്റിൽ ചെയ്ത് കൊടുത്തു. ഒപ്പം പിണറായിക്കെതിരായി വരുന്ന ആരോപണം വർത്തമാനം വേണ്ട, അതിനൊന്നും കാര്യമില്ല. ഞങ്ങളുടെ നമ്പർ 1 ശത്രു ആരാ എന്ന് BJP ആരെ പറ്റിയാണ് പറഞ്ഞത്? CPM. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാന്നാണ് പറഞ്ഞത്? കേരളത്തിൽ CPM. കേരളത്തിൽ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നത് CPM. ഇത് രണ്ടും തമ്മിലുള്ള അന്തർധാര എന്നാ? ആരാ പൊതുശത്രു രണ്ടാളി? CPM അല്ലേ? അതാണ് അവർ തമ്മിൽ ഐക്യം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ ഐക്യമാണ്. ഇവിടെ നിങ്ങൾ അന്തർധാരയുണ്ട്. ഇനിയിപ്പോൾ അതിനിപ്പോൾ SDPI ഉണ്ട്. എല്ലാവരും വോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘടന കാര്യക്ക് വോട്ടുണ്ടോ? സംഘടന വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? SDPI എന്ന് പറഞ്ഞ ഒരാൾ, SDPI എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ SDP പ്രവർത്തിക്കുന്ന ആൾ LDF നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല നയാ പ്രശ്നം. വെറുതെ അതിനെ ലളിതവൽക്കരിക്കേണ്ട. SDPIയുടെ വോട്ട് വേണ്ട
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ അതേ സെൻറ്റൻസ് അവസാനിപ്പിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞെന്നാൽ നിങ്ങളുണ്ടാക്കിയ ധാരണയത് ആ ധാരണയാണ് ഇപ്പോഴും ഉള്ളത്. ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ SDP അവിടെ നിൽക്കട്ടെ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്നങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അതിപ്പോൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ വോട്ട് ചെയ്യപ്പെടും. ചില മുസ്ലിം സമുദായങ്ങളെ ഒപ്പം അതാ ഞാൻ പറഞ്ഞത് tacticals. ആ ലീഗോ അതുപോലെ ഏതെങ്കിലും സംഘടനയൊന്നുമല്ല. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും എല്ലാം വിവിധ ആവശ്യ പ്രശ്നം ഉൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കിട്ടും. ഈ സമസ്തയെ ഒപ്പം നിർത്താനാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പോലും ആക്ഷേപം ഉണ്ടായിരുന്നു. അല്ല, അത് മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടു വന്ന ഒരാളാണല്ലോ, അയാൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സമസ്ത മാത്രമല്ലല്ലോ, സമസ്ത മാത്രമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയല്ലേ, LDFിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ. സംസ്ഥാനം കുറെ കൂടി അടുപ്പിക്കുക എന്നല്ലേ. അല്ല, സമസ്തേനെ എന്തിനാ ദൂരിയാക്കേണ്ട കാര്യം? പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നവും കൊടുത്തു. കൊടുത്തു, അരിവാൾ ചുറ്റി നക്ഷത്രം കൊടുത്തല്ലേ, നമ്മൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ചിഹ്നം നിലനിർത്തുക എന്നൊരു ടെക്നിക്കാണോ അതിൻ്റെ? ചിഹ്നം നിലനിർത്തണമെന്നൊരു പ്രശ്നമുള്ളായിരുന്നല്ലോ. ചിഹ്നം എന്താ ഇല്ലെങ്കിൽ എന്താ ഇപ്പം? പക്ഷേ AK ബാലൻ എന്തോ ചെറിയ സംശയമുണ്ടോ? അത് AK ബാലൻ അങ്ങനെ ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യം പർവ്വതീകരിച്ചുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൽ ചില കാര്യം ഭയങ്കരമായിട്ട് പർവ്വതീകരിക്കും, ചില വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ആൻ്റണിക്കെതിരായിട്ട് ഇപ്പം നന്ദകുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ. നന്ദകുമാറിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ, പക്ഷെ പറഞ്ഞ വസ്തുതയെ കുര്യൻ ഉൾപ്പെടെ അംഗീകരിച്ച് വരുമ്പോൾ അത് ഗൗരവമുള്ള പ്രശ്നമല്ലേ. എന്തേ ചർച്ച ചെയ്യേണ്ടത്, എന്തേ ചർച്ച ചെയ്യാൻ ഞാനല്ലേ പറഞ്ഞ അപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ഞാനതിന് ഭാഗമായിട്ട് പ്രതികരിച്ചല്ലോ. അന്വേഷിക്കണം, വളരെ സീരിയസ് ആയ പ്രശ്നമല്ലേ വന്നത്. രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, രാജ്യരക്ഷേൻ്റെ പ്രശ്നമാണ്. അന്വേഷണം വേണമെന്ന് CPM ഔദ്യോഗികമായി ആവശ്യപ്പെടുക. ഔദ്യോഗിക നേരത്തെ ആവശ്യപ്പെട്ടു, ഇനി ഔദ്യോഗിക അനൗദ്യോഗികമൊന്നുമില്ല, ആവശ്യമായ അന്വേഷണം നടത്തണം. ഇത്തവണ ഈ റിയാസ് മൗലവി വധക്കേസിലുണ്ടായ വിധി അത് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചുവെന്ന് ഒരു ജഡ്ജിമെന്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ജഡ്ജിമെൻറ്റ് അങ്ങനെ ഉണ്ടായാലും മാത്രമല്ല, ജഡ്ജിമെൻറ്റിൽ മറ്റേത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതല്ലേ പ്രശ്നം. ഞാൻ അന്നേ പറഞ്ഞ ജഡ്ജിമാരുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി. അത് വെച്ച് ഈ വിധിയെ ചോദ്യം ചെയ്യണം. ഇപ്പം ചോദ്യം ചെയ്യണം. ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞു, കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ ഉപയോഗിച്ചിട്ട് വോട്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നടക്കാൻ പോകുന്നില്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു വികാരം ഉണ്ടാക്കുന്നതല്ലേ ഈ വിധി ശരിക്കും? അല്ല, അതിപ്പം രണ്ടാം തരം പൗരനായിട്ടാണ് ഇന്ത്യ മുസ്ലിമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദ നിയമം. അത് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങാനുള്ളൊരു പടിവാതിലാണ്, അല്ലെങ്കിൽ ഒരു കൈവഴിയാണ്. അതിനെ കോൺഗ്രസ്സിന് എതിർക്കാനാകുന്നില്ല. പിന്നെ എന്ത് മതനിരപേക്ഷതയെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് മുസ്ലിം സമത്വത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ, അല്ലെങ്കിൽ UDF ഉയർത്തിക്കൊണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ, ഒന്ന് സിദ്ധാർത്ഥൻ വധവും മറ്റൊന്ന് പാനൂസ് സ്ഫോടനവും. അതെല്ലാം അതിന് മുമ്പേ ഉണ്ടായിരുന്ന സംഭവമല്ലേ. ഇങ്ങനെ എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ? അത് ഈ ഇലക്ഷനുമായി കൂട്ടിയുണക്കിയിട്ട് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ പ്രവർത്തനമാണ്. അതിന് വേറെ മറുപടിയൊന്നുമില്ല. പാനൂസ് സ്ഫോടനത്തിലേക്ക് വന്നാലോ? പാനൂസ് സ്ഫോടനം എന്താ? അതും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഞങ്ങൾ ഒരു പ്രതിസന്ധിയിലാക്കിയില്ല. പ്രതിസന്ധിയിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. മാഷി DYFI തള്ളി പറഞ്ഞാലും ഞാൻ DYFI തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ഞാൻ DYFI തള്ളി പറയേണ്ട കാര്യം? DYFIക്കകത്തുള്ള ആരെങ്കിലും ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് DYFI പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ബന്ധമില്ല, ഇല്ല, പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പുതിയ തോന്നുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ. ആദ്യം നടത്തിയ സന്നദ്ധ സംഘടന വാദം അത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. ആദ്യം അറസ്റ്റ് ചെയ്ത ഒരാളെ പറ്റിയാണല്ലോ പറഞ്ഞത്. അന്ന് മറ്റൊരാരും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരാളെ പറ്റിയാണ് പറഞ്ഞത്. അത് ആശുപത്രി കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അരുൺ വേറൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളെ ബോംബ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പ്രതിപട്ടിക. ആയിക്കോട്ടെ, അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. FIR ആണോ ചാർജ് ഷീറ്റായി വരിക? വടകരയിലെങ്കിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. പക്ഷേ ഒന്നും ബാധിക്കില്ല. ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന പ്രയോഗം വരുന്നു. ഒപ്പം ഈ കേരള സ്റ്റോറിക്ക് ചില ആളുകൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ വരുന്നു. അതിനെയൊക്കെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതൊക്കെ ഇവിടെ ഈ BJPക്ക് ജീർണമായ ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഒരു ഉൽപ്പന്നം തന്നെയാണ്. ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ് ലോകത്തെവിടെയും. ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഇന്ത്യയിൽ മുതലാളിത്തം ഭൂപ്രഭുത്വത്തിൻ്റെ ഫ്യൂഡൽ ബന്ധത്തിൻ്റെ മേലെയാണ്, ആ ജീർണതയിലാണ് കെട്ടിപ്പോക്കിയത്. അതുകൊണ്ടാണ് ഗുജറാത്ത് കലാപം നടത്താൻ അവർക്കാവുന്നത്, വംശഹത്യ. അതുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ മണിപ്പൂർ കലാപം നടത്താനും വംശഹത്യയിലേക്ക് എത്താനും കഴിയുന്നത്. ഒന്ന് മുസ്ലിമാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും സംഘപരിവാറിന് ഇതുപോലുള്ള കലാപം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതാദ്യം മനസ്സിലാക്കണം പൊളിറ്റിക്കലായിട്ട്.
ഇങ്ങനൊരു സാധ്യത ഇന്ത്യയിലുണ്ട്, എല്ലാ സംസ്ഥാനത്തുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഗണപതി വട്ടത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് സുരേന്ദ്രൻ നടക്കുന്നത്. അത് ഇന്ത്യയിലെ വിവിധ മേഖലയിലുള്ള വിവിധ പേരുകളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഇനിയും മാറ്റം വരുത്താൻ പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് മാറ്റാതിരിക്കുന്നത്. കേരളത്തിൽ മാറ്റാൻ സാധിക്കില്ല, മാറ്റുമില്ല. കേരളത്തിലെ മറ്റ് സഭാ നേതൃത്വങ്ങളൊക്കെ ലവ് ജിഹാദ് എന്ന സങ്കല്പത്തെ അതിനെ തള്ളിക്കളഞ്ഞിട്ടും ഇടുക്കി രൂപതയ്ക്ക് എന്തുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്? അതറിയില്ല, അത് അവരോട് ചോദിക്കേണ്ടതാണ്. ഇടുക്കി രൂപതയോട് ചോദിച്ചു നോക്കും എന്താ നിങ്ങളിങ്ങനെ എടുക്കുന്നത്. ഞാനത് സംബന്ധിച്ച് പറഞ്ഞു, കേരള സ്റ്റോറി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, കേരള വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, ഒരു കലാമൂല്യവും ഇല്ലാത്തതാണ്. പക്ഷെ അത് ശരിയാണ്. അതിപ്പോൾ അവർ BJPക്കാർ പ്രചരിപ്പിക്കുന്നതല്ലോ, അതുപോലെ പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള ചില ആൾക്ക് അതിൻ്റെ എന്തെങ്കിലും കാര്യം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ടാവാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവുമോ? സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ലോ ഉദ്ദേശിക്കുന്നത്, പാർലമെൻറ്റ് ഇലക്ഷനല്ലേ, പ്രതിഫലിക്കില്ലേ? വേണമെങ്കിൽ സാർവദേശീയ ദേശീയ കേരള എല്ലാം വരും. അതിൽ നമ്മളെ ഇസ്രയേലിന് ഉള്ള താക്കീതാവാം. കാരണം തീവ്ര വലതുപക്ഷം ലോകവ്യാപകമായിട്ട് മുൻകൈ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സാർവദേശീയം. ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഹിന്ദുത്വ അജണ്ടയ്ക്കുള്ള താക്കീതാവാം. കേരളത്തിലെ ഗവൺമെൻറ്റിന് നന്നായിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമാവാം. അവിടെ ബാധിക്കില്ല എന്ന് ഞാൻ പറയില്ല, ഇതെല്ലാം ബാധിക്കാം. ഇങ്ങനെയാണ് ബാധിക്കാം, കാര്യമായി ബാധിക്കില്ല, അല്ലെങ്കിൽ പ്രചോദനമാവാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ബാധിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഫലം സർക്കാരിനൊരു പ്രചോദനമാണ്, അല്ലാതെ വിലയിരുത്തലാവില്ല. വിലയിരുത്തലൊന്നുമല്ല. എന്നാൽ അവസാനത്തെ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. MV ഗോവിന്ദൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്, പൊതു തെരഞ്ഞെടുപ്പാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലാവുമോ ഈ തെരഞ്ഞെടുപ്പ്? ഇല്ല, ഇത് പാർട്ടീൻ്റെ വിലയിരുത്തൽ മാത്രമാണ്. അല്ലെങ്കിൽ CPM സെക്രട്ടറി എന്ത് കാര്യം, സെക്രട്ടറി വരും പോവുകയൊക്കെ ചെയ്യും. എൻ്റെ ഒരു വിലയിരുത്തലൊന്നുമല്ല ഇത്. ഇതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് 2019 സീറ്റിൽ ഒരു സീറ്റല്ലേ കിട്ടിയെങ്കിൽ, അപ്പോൾ ഇരട്ടി കിട്ടും. എത്ര ഇരട്ടി? അതുകൊണ്ട് അതിന് ബേജാറൊന്നാവണ്ടായില്ല. പക്ഷേ ഇരട്ടി സീറ്റ് കിട്ടും. KC വേണുപോലെ വന്നതോടുകൂടി ആലപ്പുഴയിലെ ഒരു കനലും കൂടി ആലപ്പുഴ ഉറപ്പായി ചെയ്യും. അണയോ? ഇല്ല, ആലപ്പുഴ ചെയ്യും. KC വേണുപോലെ അവിടെ പരാജയം. KC വേണുപോലെ നോക്കും. KC വേണു എന്ത് സംഘടന കൂടിയില്ല. അയാൾ കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞ് നടന്നിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ എല്ലാം മുഴുവൻ പൊളിച്ച് തമ്പൂറാക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാജസ്ഥാനം കൂടി അല്ല, മറ്റേ ഈ പറഞ്ഞ ഈ ഹിമാചൽ പ്രദേശും കൂടി കഴിഞ്ഞാൽ തീർന്നില്ലേ? നേരത്തെ ബാക്കിയെല്ലാം തീർത്തിട്ടുണ്ടായത്. ഇനി ആകെ 2 ഉള്ളൂ ഇവിടെ, കർണാടകവും അതുപോലെ തന്നെ ഈ തെലുങ്കാനയും. കേരളത്തിലൊന്നുമില്ല കോൺഗ്രസിന്. ഓക്കെ, പക്ഷേ അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ആയിക്കോട്ടെ.